എല്ലാവർക്കും നമസ്കാരം. നിങ്ങളറിഞ്ഞോ, മഹാരാഷ്ട്രയിൽ ഒരു 2-3 ജില്ലകളിലായി 500-ൽ പരം ആളുകൾക്ക്, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളിലെല്ലാം പെട്ടെന്നൊരു മുടി കൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കാരണം എന്താണെന്നുള്ള ഇനിയും വ്യക്തമല്ല. കാരണം പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വന്ന് പലരും കഷണ്ടിയാവുന്ന രീതിക്ക് വരെ പോകുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ പഠനങ്ങളിൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില പ്രാഥമിക നിഗമനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മുടി കൊഴിച്ചിലുള്ളൊരു കാരണം ഈ വെള്ളത്തിലുള്ള വ്യതിയാനവും, ചിലതിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചില രാസ അംശങ്ങൾ ആ വെള്ളത്തിൽ കൂടുതലായതുകൊണ്ടായിരിക്കാം എന്ന പ്രാഥമിക നിഗമനങ്ങൾ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സാധാരണ OPDയും ഈ പറഞ്ഞ പോലെയുള്ള ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുടി കൊഴിച്ചിലായിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനും മുടി കൊഴിച്ചിൽ വരാം. പ്രമേഹം നിയന്ത്രണമല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ വരാം. PCOD ഉള്ള പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ഒത്തിരി ഹെയർ ലോസിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്നും കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള വെള്ളം, ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലിന് അതൊരു കാരണമാകാം. പിന്നെ സ്ട്രെസ്സ്, അല്ലേ, ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും എല്ലാവരും പറയുന്നതാണ് സ്ട്രെസ്സ്. സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് പല ബോഡി ചേഞ്ചസിലും ഹെയർ ലോസ് ഒരു കാരണമായി മാറാം. അപ്പോൾ പിന്നെ നോർമൽ വേരിയേഷൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പുരുഷന്മാരിലുള്ള ഈ റാ മോഡലിൽ ഫ്രണ്ടിൽ മുടി കയറുന്നതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിലുള്ള മുടി കൊഴിഞ്ഞ് കഷണ്ടിയാവുന്നതും, അത് നോർമൽ വേരിയേഷനാണ് പുരുഷന്മാരിൽ. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോർമോൺ പ്രശ്നങ്ങളോ വെള്ളത്തിലെ വ്യതിയാനം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാവാം. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ഒരു പരിഹാരമായേക്കാം. എത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.